എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓരോ ദിവസത്തെ പരിപാടിയും തീരുമാനിക്കുന്നത് കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി നൽകിയിട്ടുള്ള ഷെഡ്യൂളിനനുസരിച്ചിട്ടാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പാർട്ടി നൽകുന്ന നിർദ്ദേശം, കമ്മിറ്റി നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ചിട്ടാണ് ഞാൻ നീങ്ങുന്നത്. ബാക്കി കാര്യങ്ങൾ കമ്മിറ്റിയുമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റിയുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ട് വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് തുടക്കം മുതൽ തന്നെ LDFിൻ്റെ തന്ത്രമാണ്. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, കഴിഞ്ഞ 46 വർഷം എങ്ങനെയാണ് ഇവിടെ LDF ഭരിച്ചത് എന്ന്. ഇതേ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങി ജയിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പം ഈ കാര്യവും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് എന്നെ അത്തരത്തിലുള്ള ഒരു കുഴിയിലും ചാടിക്കാൻ അവർ വിചാരിക്കേണ്ടതില്ല. ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാ, ഞാൻ എവിടെയാണ് ഇത്തരത്തിൽ നോമിയായിട്ട് മാറുന്നത് എന്ന് അവർ പ്രൂവ് ചെയ്യട്ടെ. കേരളത്തിലുടനീളം വെൽഫെയർ പാർട്ടി ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്, അത് ഞങ്ങളല്ല. അവർക്ക് തീരുമാനിക്കാം ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. ഞാനിത് പറയുമ്പോൾ തന്നെ തുടക്കം മുതൽ, ഞാൻ ഈ മണ്ഡലത്തിലേക്ക് ഇറങ്ങിയത് മുതൽ എനിക്ക് നേരെയുള്ള ആരോപണങ്ങൾ ഇത്തരത്തിലുള്ളതാണ്. എന്ന് മുതലാണ് ഈ പറയുന്ന LDFന് വെൽഫെയർ പാർട്ടിയോട് അയിത്തം തുടങ്ങിയത് എന്ന് പരിശോധിച്ച് നോക്കണം. ഇവിടെ ജയിച്ചത്, ഈ മണ്ഡലത്തിൽ പോലും LDF വിജയിച്ചിട്ടുള്ളത് വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങിയിട്ടാണ് എന്നുള്ളത് അവർക്ക് നിഷേധിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള ക്ലാരിഫിക്കേഷൻ പിന്നെ നടത്താം.